ഇന്ന് നമുക്ക് ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതനായിരിക്കുന്ന അച്ചായൻ ഗോൾഡിൻ്റെ ഉപമ, ടോണി അച്ചായൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്താമെന്ന് വിചാരിക്കും. അദ്ദേഹം ഒരുപാട് സൽപ്രവൃത്തികൾ സാധുക്കൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം സ്വയം സന്തോഷം കണ്ടെത്തുന്നു. അത് അനുഭവിക്കുന്നവർ അതിലും വലിയ സന്തോഷത്തിലാകുന്നു. അതിൻ്റെ പേരിൽ പലർക്കും നീരസമുണ്ടാകുന്നു. ഇങ്ങനെ പല വിധത്തിൽ ആളുകളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും അനുദിനം കേൾക്കുവാൻ ഇടയാകുന്നു. അതിൻ്റെ പേരിൽ നാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വിലയിരുത്താമെന്നറിയാം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളും നമ്മുടെ ടോണി അച്ചായൻ്റെ പ്രവൃത്തിയും എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ഉള്ള വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ ഭാഗം ഒന്ന് വായിക്കാം. ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നത് എന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. നമുക്ക് ആ ഭാഗത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഞങ്ങൾ നോമ്പ് നോക്കുന്നു, നീ നോക്കാതിരിക്കുന്നത്. പൊതുവെയുള്ള ജനസമൂഹത്തിൻ്റെ പല വിഭാഗങ്ങളിലുള്ള ആളുകൾ നോമ്പ് നോക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ആളുകൾ അവർ പറയുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നു, നീ നോക്കാതിരിക്കുന്നതെന്ന്. മറ്റൊരാളെ നോമ്പ് നോക്കാൻ ഉത്സാഹിപ്പിക്കുക, നീ നോമ്പ് നോക്കണം. ഇതാ, ഞങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികൾ ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നോയമ്പ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഞങ്ങൾ നോമ്പ് നോക്കുന്നു എന്ന് പറയുന്ന വിഭാഗമാണ് ഇന്ന് ഭൂമിയിൽ ഉള്ളത്. അപ്പോൾ ഈ നോമ്പ് നോക്കെന്ന് പറയുന്ന ആ ദിവസത്തിൽ തന്നെ തങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോമ്പ് നോക്കുന്നവർക്ക് വിശ്രമം, ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ആവശ്യമായിട്ടിരിക്കുന്നു. വേലക്കാരെ കൊണ്ട് കഠിനമായിട്ട് അധ്വാനിപ്പിക്കുന്നു. അവർക്ക് ശാരീരികവും മാനസികവുമായ സുഖം ലഭിക്കുന്നില്ല. ഈ നോമ്പ് നോക്കുന്നതിൻ്റെ ഫലമായി മറ്റുള്ളവർക്കും കിട്ടേണ്ടതായ ശാരീരികവും മാനസികവുമായ സുഖം, അതാണ് നോയമ്പിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോയമ്പ് നോക്കുന്നത്. അപ്പോൾ ഇറച്ചിയും മീനും അതുപോലെ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിരിക്കുക, ഇതാണ് നോയമ്പെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ യഹോവ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഈ നോയമ്പിൻ്റെ ഫലമായിട്ടുള്ള പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോയമ്പ് നോക്കുന്നത്. ഇത് നോയമ്പ് നോക്കുന്നവർക്ക് തന്നെ അവരവരെ കുറിച്ച് തന്നെ ചിന്തിക്കാവുന്നതാണ്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ?
മേൽ വിവരിച്ച കാര്യങ്ങളെ അനുഷ്ഠിക്കുന്നതാണോ യഹോവയ്ക്ക് ഇഷ്ടമുള്ള നോയമ്പെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്ന് പേർ പറയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? അന്യായ ബന്ധനങ്ങൾ. ഈ ലോക ജീവിതത്തിൽ പല ആളുകളും പലവിധമായ കഷ്ടതകളിലും ബന്ധനങ്ങളിലുമായിരിക്കുന്നു. ഇതെല്ലാം പാപത്തിൻ്റെ ഫലമായിട്ടുള്ള പരിണിത ഫലങ്ങളാണെന്ന് നമുക്കറിയാം. എന്നാൽ തന്നെയും അതിൽ നിന്ന് കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി പലരെയും അന്യായ ബന്ധനങ്ങളിൽ നിന്ന് ഒരാൾക്ക് മോചിപ്പിക്കാൻ കഴിയുന്നതാണ്. നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. ജീവിതത്തിൻ്റെ പല തുറകളിൽ അടിമകളായി കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടുന്നതായ ആശ്വാസങ്ങൾ നമ്മളിൽ പ്രാപ്തിയുള്ളവർ ചെയ്യുക. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ഏതെങ്കിലും വിധത്തിൽ പീഡകൾ അനുഭവിക്കുന്നവർ, ജീവിത ദുരിതങ്ങളിൽ കഴിയുന്നവർ, അവരെ സ്വതന്ത്രരാക്കുക. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. എല്ലാ നുകമെന്ന് പറയുമ്പോൾ മനുഷ്യന് പാപത്തിൻ്റെ ഫലമായി നേരിട്ടിരിക്കുന്ന പല കാര്യങ്ങളിലും പരസ്പരമുള്ള സഹകരണത്താൽ ആശ്വാസം കൊടുക്കുവാൻ കഴിയും. അതുപോലെ ജീവിതത്തിൻ്റെ ചെറുതും വലിയതുമായ പ്രവർത്തനങ്ങളിൽ താല്പര്യവും പ്രാപ്തിയുമുള്ളവർക്ക് അത് ചെയ്യുവാനുള്ള അനുമതിയും ദൈവം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? ഇന്ന് ലോകത്തിൽ പല മതവിഭാഗങ്ങളും ഉപവാസം പ്രസിദ്ധമാക്കി അത് ആചരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അവരുടെ മതപരമായ സംഘടനകൾ നിലനിർത്തുവാനും അതിൽപ്പെട്ടവർക്കുള്ള വരുമാനം ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉപവാസമാണ്. ഇത്ര ദിവസത്തെ ഉപവാസം എന്ന് പറഞ്ഞ് നിശ്ചയിച്ച് അതിന് വേണ്ടതായ സാമഗ്രികളെല്ലാം ഒരുക്കി ഉപവാസം ചെയ്യുന്നു. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എല്ലാവർക്കും അതിന് മനസ്സുണ്ടാകണം ഇല്ല. പക്ഷേ ഇങ്ങനെ നുറുക്കി കൊടുക്കാൻ പ്രാപ്തിയുള്ള പലരും ഈ ലോകത്തിലുണ്ടെങ്കിലും അതിന് മനസ്സില്ല എന്നുള്ളതാണ്. അതിന് മനസ്സുള്ളവരെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, അതായത് അനാഥർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതും, അനാഥരെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും. കണ്ടോ, നിനക്ക് 2 വസ്ത്രമുണ്ടെങ്കിൽ ഒന്ന് മറ്റവന് കൊടുക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ യഥാർത്ഥമായ നോമ്പ്? അപ്പം യഥാർത്ഥമായ നോമ്പ്, യഥാർത്ഥമായ ഉപവാസം എന്താണ്? അതിൻ്റെ പേരിൽ മാനവരാശിക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹപ്രദമായ സഹായങ്ങളാണ് യഥാർത്ഥമായ നോയമ്പും ഉപവാസവുമായിട്ട് ദൈവം അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 8-ാമത്തെ വാക്യം.
ഇങ്ങനെയെല്ലാം പ്രവൃത്തികളാൽ നീ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. രണ്ട് കാര്യമാണ്. നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. ഇത്രയെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എത്രയെല്ലാം പാപവും മുറിവുകളും ഉണ്ടായിരുന്നാലും അതിന് പരിഹാരം വരുമെന്നാണ് ഇവിടെ യഹോവ പറയുന്നത്. അപ്പം ഇത് മനസ്സിലാക്കാതെ സൽപ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിൻവലിക്കുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ അവർ പൈശാചിക മനസ്സുള്ളവരാണെന്ന് കണ്ടുകൊണ്ട് നന്മ എപ്പോഴും വിജയിക്കുന്നതിന് വേണ്ടി അതിന് പോരാടണം എന്നുള്ളതാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് മനുഷ്യ ചരിത്രത്തിലെ രണ്ട് കാര്യങ്ങൾ. അതിൽ അധികവും നന്മ തോൽക്കുകയും തിന്മ ജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലൻ പറയുന്നത് നന്മ കൊണ്ട് തിന്മയെ ജയിക്കണമെന്നാണ്. അപ്പോൾ തിന്മയുടെ സ്ഥാനത്ത് ഒരുപാട് പട്ടാളക്കാരുണ്ടാവും. അപ്പോൾ നന്മയുടെ സ്ഥാനത്ത് ഒരാൾ ഉള്ളെങ്കിലും ആ നന്മ എന്നിരിക്കുന്ന വലിയ സത്യത്തിൻ്റെ മുൻപിൽ ഏതൊരു ശക്തിയും തകർന്നു വീഴും. നമ്മുടെ ടോണിയച്ചായൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണെന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ഈ വിധത്തിൽ നമ്മുടെ ഗവൺമെൻറ്റുകളും മറ്റ് കോടീശ്വരന്മാരും ഒക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായിത്തീരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.